അള്ളാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരത്തിൽ പോലും വീഴ്ചകൾ വരുത്തുന്നവരായി നമ്മൾ മാറുമ്പോ അതിന്റെ ദുരന്തം എന്തെന്നറിയോ? അള്ളാഹു പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒരു പറ്റം നിസ്കാരക്കാർക്കാകുന്നു സർവനാശങ്ങളുമെന്നല്ലാഹ്. എന്തൊരു വാക്കാത്! നിസ്കരിച്ചിട്ട് ഏതായാലും എന്നെ ഇനി അള്ളാഹ് ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ദോഷം അള്ളാഹ് വരുത്തില്ല എന്ന് സമാധാനപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമസ്കാരക്കാരൻ നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹ്, നിസ്കരിക്കാൻ കൃത്യമായ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകിയ പടച്ചതമ്പുരാൻ, അതിന്റെ വഴികൾ പറഞ്ഞു തന്ന ഹബീബിലൂടെ നമ്മളോട് പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒരു പറ്റം നിസ്കാരക്കാർക്കാണ് സർവനാശങ്ങളുമെന്ന്. അല്ലാഹു, പിന്നെന്താ സ്ഥിതി? ഒരു പറ്റം നിസ്കാരക്കാർക്കാണ് സർവനാശങ്ങളും. എന്താണ് ആ നിസ്കാരക്കാരുടെ പ്രത്യേകത എന്നറിയോ? അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അവരവരുടെ നമസ്കാരത്തിൽ അങ്ങേയറ്റം അലസന്മാരാണ്. നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിന് അതിൻ്റെതായ കൃത്യത വേണം, നിസ്കാരത്തിന് അതിൻ്റെതായ ചിട്ടകൾ വേണം, നിസ്കാരത്തിന് അതിൻ്റെതായ സൂക്ഷ്മത വേണം. അല്ലാഹ് പറയുകയാണ്, നിസ്കരിക്കും, ഞാനും നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞു നടക്കും, പക്ഷേ അൻ സലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തിൽ അലസരാണ്. നിസ്കാരത്തെ തൊട്ടവർ അലസര എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയാൽ സൗകര്യപ്പെട്ടാൽ നിസ്കരിക്കും, യാത്ര ചെയ്താൽ നിസ്കാരമില്ല, ആഘോഷം ഉണ്ടായാൽ നിസ്കാരമില്ല, വീട്ടിൽ കല്യാണമാണെങ്കിൽ നിസ്കാരമില്ല, നല്ല ഉറക്കമാണെങ്കിൽ സുബഹി നിസ്കാരമില്ല. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലസന്മാരായ നിസ്കാരക്കാർ, അവരെ നിസ്കാരക്കാരൻ തന്നെ അല്ല വിളിക്കണേ. ഓർക്കണം നമ്മൾ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിസ്കരിച്ചിട്ട് നരകം വിലയ്ക്ക് വാങ്ങുന്ന ഒരു പറ്റ ആളുകളുണ്ടെന്നുള്ള പറയാം. നിസ്കരിച്ചിട്ട് നരകം വിലയ്ക്ക് വാങ്ങുക. എന്തിനായി പണിക്ക് പോണേ? എന്തിനായി പണിക്ക് പോകുന്നത്? അപ്പൊ നിസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ വരണം. നിസ്കരിച്ചിട്ടല്ല പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അവരവരുടെ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ്. നമസ്കാരത്തിൽ അലസത കാണിക്കരുത്. നമസ്കരിക്കാൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമസ്കാരത്തിന് ജമാഅത്തായി എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ ജമാഅത്തായി എത്തിച്ചേർന്ന് നമസ്കാരത്തിൽ പങ്കുകൊള്ളണം. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ നിസ്കരിക്കുന്നവരായ നരകവാസികളാണ്. അല്ലാഹ് പറയാ, നിസ്കരിച്ചിട്ട് നരകം വാങ്ങുന്നവരാണ്. അതുപോലെ തന്നെ ഒരു വഖത്ത് നമസ്കാരം ഖളാ ആകാതെ നോക്കണം. യാത്രയിലായാലും അതുപോലെ തന്നെ ഉറക്കം നമ്മളെ മറികടന്നു പോയാൽ അല്ലാഹു തആല അതിനൊരു ഒഴിവ് വെച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കയറിക്കിടന്ന് ഉറങ്ങിക്കളയുക പോലും ചെയ്യരുത്. നമസ്കാരം എന്ന ഒരു ജാഗ്രത ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ച് നിന്നെങ്കിലല്ലാതെ അവന്റെ മതം അവന് സാക്ഷാത്കരിക്കാനാവില്ല. മതത്തിന്റെ പേരിലുള്ള വാഗ്ദാനങ്ങൾക്ക്, പ്രോമിസുകൾക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിലോ വ്യക്തി എന്നുള്ള നിലയിലോ നമ്മൾ അർഹരല്ല. അള്ളാഹു പറയുക, ഇന്ന് മുസ്ലിം ലോകത്തിന്റെ അധപ്പതനത്തിന്റെ വലിയ കാര്യം അതാ. നമസ്കാരം എന്നൊക്കെ പറയുന്ന അവരുടെ ഏറ്റവും അവസാനത്തെ 7ാം കിട സാധന. അതുപോരാ, നമസ്കാരത്തിന് വലിയ പ്രാധാന്യം വേണം. അല്ലാഹ് പറയുകയാണ്, ഈ കുഴപ്പക്കാർ, ദീനിനെ തള്ളിപ്പറയുന്ന മതത്തിലെ കള്ളന്മാർ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വിലയും നിലയുമില്ലാത്തവർ, അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തവർ, അവരുടെ സാമൂഹിക പ്രശ്നങ്ങളിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ ദേശീയ പ്രശ്നങ്ങളിലോ അള്ളാഹു ഇടപെടാത്തവർ. എങ്ങനെയാ മതത്തെ കളവാക്കിയവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. ദേശീയ സാഹചര്യങ്ങൾ അല്ലോന്നും പറഞ്ഞ് നമ്മൾ വെട്ടി നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആഗോള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചിട്ടല്ലേ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നരകം വിലയ്ക്ക് വാങ്ങുന്ന നിസ്കാരക്കാരനാണോ ഞാനെന്ന് ഓർക്കണം നമ്മൾ. ആ ദുആ ഒന്നും അള്ളാഹുവിന്റെ ഇടയ്ക്ക് വില പോകില്ല. അങ്ങനെയുള്ള നിസ്കാരക്കാരുടെ വേറൊരു വലിയ കുഴപ്പം അല്ലാഹു തആല പറയുക, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടുകൂടിയുള്ള നിസ്കാരം ആർക്ക് കിട്ടിയോ അവൻ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ശ്രദ്ധയോടുകൂടി 2 റക്അത്ത് നമസ്കരിച്ച്, ശ്രദ്ധയുള്ള നമസ്കാരക്കാരൻ ഒരു ആവശ്യം വന്നാൽ ആ ശ്രദ്ധയോടുകൂടി 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹയോട് ചോദിച്ചാൽ അവന്റെ ആവശ്യം അള്ളാഹ് നടത്തി കൊടുക്കുന്ന, അതാ നിസ്കാരത്തിന്റെ ഗുണം. എന്തിനാ? പക്ഷെ ആ നമസ്കാരക്കാരൻ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നിസ്കരിക്കുന്നവനല്ല. അവന്റെ ജീവിതത്തിൽ ശ്രദ്ധയുള്ള, അലസതയില്ലാത്ത നിസ്കാരക്കാരൻ
ഏതേത് സാഹചര്യത്തിലും നമസ്കാരം അള്ളാഹുവിന്റെ ആജ്ഞയാണെന്നറിഞ്ഞുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന മുടങ്ങാത്ത നിസ്കാരക്കാരനുണ്ടല്ലോ, ആ നിസ്കാരക്കാരൻ അവൻ്റെ ആവശ്യം വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ആവശ്യം നടത്തി കിട്ടും. അനുഭവസ്ഥരുണ്ടല്ലോ ധാരാളം, പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫവൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അലസന്മാരായ നരകത്തിന്റെ ആളുകളായി മാറുന്ന ഒരു പറ്റം നിസ്കാരക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുക, അല്ലദീന ഹും യുറാഊൻ, അല്ലദീന ഹും യുറാഊൻ, അവര് എന്തെങ്കിലും ചെയ്താൽ ആളെ കാണിക്കാനേ ചെയ്യുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവർ നന്മയൊന്നും ചെയ്യാത്തവരൊന്നുമല്ല, പക്ഷെ അവർ ചെയ്യുന്ന നന്മയൊന്നും അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കില്ല. ചിലപ്പോൾ കാശും മുടക്കും, സഹായങ്ങളും ചെയ്യും, സാധുജന സംരക്ഷണവും ചിലപ്പോൾ ചെയ്തെന്ന് വരും. പക്ഷെ അവരെന്ത് ചെയ്താലും അല്ലദീനഹും യുറാഊൻ, അവര് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാ. അല്ലദീനഹും യുറാഊന, എന്തെങ്കിലും ചെയ്താൽ അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ അടുത്ത സ്വഭാവം അല്ലാഹു തആല പറയുക, വയംനഉനൽ മാഊൻ, ആള് കാണുന്നില്ലെന്ന് കണ്ടാൽ നിസ്സാരമായ ഒരു പരോപകാര വസ്തുക്കൾ പോലും അവൻ വേറൊരാൾക്ക് കൊടുക്കൂല. ആള് കാണാൻ വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും 50,000, ആള് കാണാൻ വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും 10,000, ആള് കാണാൻ വേണ്ടി പല നന്മകളും ചെയ്യുന്നതായി അവൻ നടിക്കും, ഭാവിക്കും. പക്ഷേ കൺവെട്ടത്തൊന്ന് മറഞ്ഞാൽ ആള് കാണാനില്ലെങ്കിൽ വയംനഉനൽ മാഊൻ, ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വയറു വിശക്കുന്നുണ്ടെന്ന് മുമ്പിൽ വന്നു നിന്ന് യാചിച്ചാൽ അവൻ ഒരു 50 രൂപ അവന്റെ കൈവശം എടുത്തു വെച്ചു കൊടുക്കാൻ അവന് മനസ്സുണ്ടാവുകയില്ല. വയംനഉനൽ മാഊൻ, നിസ്സാരമായ പരോപകാര വസ്തുക്കൾ പോലും അവൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തടയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഇത്തരത്തിലുള്ള വളരെ മോശമായ മനസ്സിന്റെ ഉടമകളായിട്ടാണോ നമ്മൾ ഓരോരുത്തരും നിലനിന്ന് പോകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വയം വിലയിരുത്തണം. ആരും മറ്റാരെയും വിലയിരുത്താൻ പോകരുത്. ആരും കാണാത്തിടത്ത് വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് വീട്ടിലൊരാൾ വന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരാൾ അനിഷ്ടം പ്രകടിപ്പിച്ചു. മാഊൻ എന്ന് പറഞ്ഞാല് എന്താ? കൊച്ചു കൊച്ചു കാര്യങ്ങള്, കൊട്ട, വട്ടി, വാരി, കോരി, ഉപ്പ്, അതുപോലെ തന്നെ വെള്ളം, ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ, വീട്ടിലെ അയൽക്കാരൻ വന്നിട്ടൊരു തൂമ്പ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മാന്തി ചോദിച്ചാൽ, ഒരു കോരി ചോദിച്ചാൽ, ഒരു കോടാലി ചോദിച്ചാൽ, ഒരു വാക്കത്ത് ചോദിച്ചാൽ അതൊന്ന് കൊടുത്തേക്കാം. അതുകൊണ്ട് എന്ത് ഛേദം വരാനാണ്? ഇനി വന്നാലും നട്ടം വന്നാലും ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്നൊന്ന് വിചാരിച്ച് അവൻ അത് കൊടുക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ മുഖത്ത് അതിന്റെ നീരസം പ്രകടിപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തി ഈ ലോകത്ത് നല്ലത് ചെയ്യുന്നു, നിസ്കാരക്കാരനായി നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ നിസ്കാരത്തിലെ അലസനാണ്. ജാഗ്രതയുള്ള നിസ്കാരക്കാരനിൽ നിന്നത് വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരായി നമ്മെ കബൂലാക്കുന്നതിന് അടയാളമായി തീരുന്ന ഗുണങ്ങളെ ഈ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ജനത എന്താണ് ഇന്ന് എൻ്റെ സ്ഥിതി, എൻ്റെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയാ നിൽക്കുന്നത്, എൻ്റെ മനസ്സ് പരോപകാരത്തിന് പാകമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. പരോപകാരത്തിന് പാകമാണോ നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമസ്കരിച്ചു, നല്ല കാര്യമാണ്. നോമ്പ് വെച്ചു, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തു, നല്ല കാര്യമാണ്. പക്ഷേ പരോപകാരം ചെയ്യാനുള്ള പാകത എൻ്റെ മനസ്സിന് ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് എന്ത് സ്ഥാനമാണെന്ന് തീരുമാനിക്കാൻ. ഈ ലോകത്തും പരലോകത്തും പടച്ചവന്റെ മുമ്പിൽ നിന്നുള്ള നമ്മുടെ സ്ഥാനം തീരുമാനിക്കാൻ ഈ ആയത്തിനെ മുമ്പിൽ വെച്ചാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ഖുർആനൊന്നും പഠിക്കാൻ പോകണ്ട. ഈ ഒരു കൊച്ചു സൂറത്ത് മാത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരമായി മാറും. നമസ്കരിക്കണം, ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണം. അതുപോലെ തന്നെ അത് പറയുന്നതോടുകൂടി അല്ലാഹു തആല നമ്മോട് പറയുന്നത്, മനുഷ്യന്റെ പരോപകാരങ്ങൾ അവൻ അനാഥയെ അവഗണിക്കില്ല, അഗതിയെ അവൻ തള്ളിമാറ്റുകയില്ല, അനാഥകളെയും അഗതികളെയും പരിഗണിക്കാനുള്ള മനസ്സുണ്ടാകും. ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, അഗതിക്ക് അന്നം കൊടുക്കാനൊന്നോ അവൻ്റെ കൈ കാശില്ലെങ്കിലോ, അവൻ മുതലാളിയാണെങ്കിലോ അല്ലെങ്കിലോ, പൈസയ്ക്ക് വകയില്ലാത്ത ഒരു സാധുവാണ്, മനസ്സൊക്കെ ഉണ്ട്. അവിടെയാണ് അല്ലാഹു തആല പറഞ്ഞത്, എന്താ പറഞ്ഞത്?
അൽ യതീം, യതീമിനെ അവൻ അവഗണിക്കുന്നു. യദുൽ യതീം, യതീമിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പറഞ്ഞെന്തെന്നറിയോ? വലാ യഹുൽ, യതീമിനെ അവഗണിക്കുക, പരിഗണിക്കുക എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. എന്താണ്? യതീമിന് ഒരുപാട് നമ്മൾ കൊടുത്തുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ എല്ലാ യതീമും ദരിദ്രനായിരിക്കില്ല. എല്ലാ യതീമും ദരിദ്രനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമ്പന്നരായ യതീമുമാരുണ്ടാകും. പക്ഷെ യതീമിനെ പരിഗണിക്കാതിരിക്കുക, അവനെ യതീമല്ലേ, അവൻ അനാഥനല്ലേ എന്ന വിധത്തിൽ അവനെ അവഗണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് അനാഥനെ അവഗണിക്കുന്നതാണ് പ്രശ്നം. ഒരു അനാഥ കുട്ടിയെ കണ്ടാൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കണം. നന്മകൾ അങ്ങനെയാ സമൂഹത്തിൽ ഉണ്ടാകണ്ടേ. നമ്മൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ വസന്തം തീർക്കണം. നമ്മളെ കാണുമ്പോൾ ഒരാൾ പറയണം, അയാൾക്ക് തോന്നണം ഇയാൾ ഒരു നന്മ നിറഞ്ഞ മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു നന്മ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു സലാം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു പുഞ്ചിരി അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ഹസ്തദാനം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ചേർത്ത് പിടിക്കൽ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ശിരസ്സിൽ അവന്റെ കൈ കൊണ്ടൊരു തലോടൽ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ അഗതികളെ, അനാഥരായ ആളുകളെ പരിഗണിക്കുക, അനാഥരായ ആളുകൾക്ക് മാന്യത നൽകുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ സംസ്കാരമായിരിക്കണം. പടച്ച തമ്പുരാൻ നമുക്കൊക്കെ ഇതിന് ഭാഗ്യം തരട്ടെ. കാര്യം നിസ്സാരമായിട്ട് കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനാഥരുടെ കാര്യം അങ്ങനെയാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞത് കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ. ഇതേ ഭാഷയിലാണ് അല്ലാഹു സൂറത്തുൽ ഫജ്റിലും പറഞ്ഞത്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, ഇല്ല, ഇവരത്ര നല്ലവരൊന്നുമല്ല, ഇവർ ഗുണമുള്ളവരല്ല. എന്തുകൊണ്ട്? വല്ല തുക്രിമൂനൽ യതീം, അനാഥയെ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല. അനാഥയ്ക്ക് ഒരു റെസ്പെക്ട് വേണം. വാപ്പയുള്ള, അതുപോലെ തന്നെ നാഥനുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് സമൂഹം നൽകുന്ന പരിഗണന ഒരു പക്ഷേ പിതാവില്ലാത്ത, പിതാവിന്റെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിന്റെ പുത്രനല്ലാത്ത ഒരു സാധുവായ ഒരു കുട്ടിക്ക്, അവനിന് സമ്പന്നനാണെങ്കിൽ പോലും കിട്ടിയെന്ന് വരില്ല. ഇന്നയാളുടെ വലിയ വാപ്പാടെ മോനാണെന്നൊന്നും പറയൂലല്ലോ. അതുകൊണ്ട് അവന് പലപ്പോഴും റെസ്പെക്ട് കിട്ടൂല. അള്ളാഹു പറയുന്നു കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥയെ ബഹുമാനിക്കുന്നില്ല. അനാഥയ്ക്ക് റെസ്പെക്ട് കൊടുക്കണം. നമ്മുടെ സമൂഹത്തിൽ അനാഥരായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളൊരു പരിഗണന കൊടുക്കണം. ആ പരിഗണന ഈമാന്റെ അടയാളമാണ്, വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. അവനിൽ അള്ളാഹുവിന്റെ ദീൻ, മതം ജീവിക്കുന്നു, ഇസ്ലാം ഉണ്ടെന്നുള്ളതിന്റെ അടയാളമാണ്. ആരും പറയണ്ട നമ്മളിൽ അള്ളാഹുവിന്റെ ദീനുണ്ടോന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹ് പറഞ്ഞെന്താ? വലാ തഹല്ലൂന അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് അന്നം കൊടുക്കുന്നതിൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ലല്ലോ, നിങ്ങൾ പ്രേരിപ്പിക്കുന്നില്ലല്ലോ. അഗതിക്ക് അന്നം കൊടുക്കുന്ന കാര്യത്തിൽ നിന്റെ കൈവശം കൊടുക്കാനുള്ളതില്ല. ഒരഗതിയായ ഒരു മനുഷ്യനല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അവനെ തീറ്റിപ്പോറ്റാൻ, അവന് ഭക്ഷണം കൊടുത്ത് അവന്റെ വയറ് നിറയ്ക്കാൻ നിന്റെ കയ്യിലില്ല. ഓക്കെ, അത് സംഭവിക്കാം. പക്ഷേ വലാ തഹാല്ലൂൻ, അത് പരസ്പരം പറഞ്ഞ് അത് ചെയ്യാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ നിനക്ക് പറ്റില്ലേ? അള്ളാഹു ചോദിക്കുന്നതാണ്. സൂറത്തുൽ മാഊനിലും സൂറത്തുൽ ഫജ്റിലും അല്ലാഹു തആല അഗതിയുടെ അന്നത്തിന്റെ കാര്യം പറയുമ്പോൾ വലാ തഹാല്ലൂൻ, നിങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പാടില്ലേ? ഈ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ അന്നത്തിന് വകയില്ലാത്ത അഗതികളുണ്ട് എങ്കിൽ ആ അഗതികൾ ആരാണെന്നൊന്ന് അന്വേഷിക്കാൻ പാടില്ലേ? അന്വേഷിച്ചിട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, കൂട്ടുകാരാ, പാവപ്പെട്ട ഒരു വീടാണിത്, ആ വീട്ടിൽ പലപ്പോഴും തീ പുകയുന്നില്ല, എനിക്കറിയാം, അവനൊരു 10 കിലോ അരി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, നിന്റെ കയ്യിൽ കാശുണ്ടോ? എന്റെ കയ്യിൽ തൽക്കാലം കാശില്ലല്ലോ എന്ന് നിനക്ക് പറയാനാവുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മുസ്ലിമായി അള്ളാഹ് പരിഗണിച്ചിട്ടില്ല. നാം ഒരു മുസ്ലിമോ അല്ല. പിന്നെന്ത് മുസ്ലിമോ? മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നാം മുസ്ലിമാണെന്ന് പറയുന്നതും നാം മുസ്ലിം അല്ലാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളെ കൊണ്ട് ഒരഗതി അന്നം കഴിക്കാൻ വകയില്ലാത്ത ഒരഗതി ഉണ്ടെങ്കിൽ, നമുക്കവന്റെ അന്നത്തിന് വകയുണ്ടാക്കി കൊടുക്കാനാവുന്നില്ലെങ്കിൽ, ആ അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങളെങ്കിൽ, നിങ്ങൾ മതത്തെ കളവാക്കിയ കള്ളന്മാരാണ്. നിങ്ങൾ നമസ്കരിക്കുന്ന നിസ്കാരമെന്ന് പറയുന്നത് ഫവൈലുൽ മുസല്ലീൻ, നരകക്കാരുടെ നിസ്കാരമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാ. അല്ലാഹു തആല നമുക്ക് നല്ല നിസ്കാരക്കാരായി മാറാൻ,
ദീനിനെ അതിന്റെ ശരിയായ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് നുസ്രത്തുൽ മസാക്കീൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ സംഘടന നമ്മളെ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യം നമ്മുടെ എല്ലാം പിന്തുണയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയും, ഓ അവരത്രയ്ക്ക് അത്ര പോരാ. ശരിയായിരിക്കാം, എല്ലാം തികഞ്ഞവരായിരിക്കില്ല. തികഞ്ഞവരാന്ന് പറയുന്നവർ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മൾ പിന്തുണയെങ്കിലും നൽകി. നോക്കൂ, 13 വർഷമായിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നല്ല തുക വേണ്ടേ? 10 പവൻ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞല്ലേ. 10 പവൻ കൊടുക്കണമെങ്കിൽ ഇന്നത്തെ തുക അനുസരിച്ച് ചില്ലറ തുകയൊന്നും പോരല്ലോ അല്ലേ? 10 പവൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 6 ലക്ഷം രൂപയ്ക്ക് വകയാ. അപ്പൊ 10 പവൻ ഒരു പെൺകുട്ടിക്ക് ഒരു കൊല്ലം ഏത് വിധേനയും മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ആ തുക കണ്ടെത്തി ഒരു പെൺകുട്ടിയുടെ മംഗല്യമോഹം സബലീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതിനോട് സഹകരിക്കുന്ന ഈ നാടിനെയും നാട്ടാരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് മാർഗദർശനം നൽകുന്ന പണ്ഡിതന്മാരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എല്ലാ നാടുകളിലും എല്ലാ കോണുകളിലും ഇത്തരത്തിലുള്ള നന്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്നത് സമഗ്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സമഗ്രമാണ്. കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിക സമൂഹം എവിടെയുണ്ടോ അവിടെ കാരുണ്യ പ്രവർത്തികളാൽ ആ സമൂഹം എന്നും സജീവമായിരിക്കും. കരുണ പറ്റിയ മനസ്സിന്റെ ഉടമകളായി ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തെ കാണാനാവില്ല, ഒരു വ്യക്തിയെ കാണാനാവില്ല. അവർക്കൊരിക്കലും ക്രൂരരാകാനാവില്ല. കാരുണ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്മയാണ്, റഹ്മത്താണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന് അള്ളാഹു വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന കാര്യം നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വന്നിറങ്ങാൻ നമ്മുടെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർത്തോളൂ, കാരുണ്യം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കരുണയുണ്ടാകുന്നത്. നമ്മൾ പരസ്പരം ആളുകൾ 10 പേര് കൂടുന്നു, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്നു, ഒരു സംഘം ഉണ്ടാക്കുന്നു, ഒരു സംഘടന ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ പലപ്പോഴും പല കാര്യങ്ങളിലും ഒറ്റയ്ക്കിരുന്ന് മാറിയിരുന്ന് ആലോചിക്കുന്നു. അത്തരം ആലോചനകളിൽ ഒരു ഖൈറുമില്ല. അല്ലാഹു പറയുകയാണ്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അല്ലാഹു പറയുകയാണ്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ആ ജനങ്ങളുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചേരിതിരിഞ്ഞുള്ള ആലോചനകളിലൊന്നും ഒരു ഗുണവുമില്ല, നന്മയുമില്ല. സംഘം ചേർന്ന്, പാർട്ടി ചേർന്ന്, സംഘടന ചേർന്ന്, പക്ഷം ചേർന്ന് ആളുകൾ ആലോചിക്കുന്ന ആലോചനകളിലൊന്നും ഒരു ഗുണവുമില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖ. അല്ലാഹു പറയുകയാണ്, ദാനധർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ആലോചനകളുണ്ടോ അതിൽ മാത്രമേ ഖൈറുള്ളൂ. എങ്ങനെ നമുക്ക് ആളുകളെ പ്രേരിപ്പിച്ച് ഒരു ദാനം ചെയ്യിക്കാം, എങ്ങനെ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാം, എങ്ങനെ ഒരു പാവപ്പെട്ടവനുണ്ട് ഇവിടെ നമുക്കിടയിൽ അവനൊരു വീട് കെട്ടിക്കൊടുക്കാം, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വകയില്ല, പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, അവളെ എങ്ങനെ അല്ലെങ്കിൽ അവനെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കാം എന്നൊറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ആലോചനകൾ അല്ലാത്ത ആലോചനകളിൽ ഒരു ഖൈറുമില്ല. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അവരിൽ അധികം പേരുടെയും അടക്കം പറച്ചിലുകളിലും ഗൂഢമായ ആലോചനകളിലും യാതൊരു ഖൈറുമില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖ. ദാനധർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ആലോചനകളില്ലാതെ, ഔ മഅറൂഫിൻ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്ന ആലോചനകളിലല്ലാതെ, ഔ ഇസ്ലാഹിം ബൈനന്നാസ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്തോ ചില പ്രശ്നങ്ങളിൽ അവർക്കിടയിൽ അപസ്വരങ്ങളുണ്ടായി, വിള്ളലുകളുണ്ടായി, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കൂടിയിരുന്ന് ആലോചിക്കുന്ന ആലോചനകൾ ഉണ്ടെങ്കിൽ ആ ആലോചനകളിലല്ലാതെ മറ്റ് ഒരു ആലോചനകളിലും യാതൊരു ഖൈറുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ കൂടിയാലോചനകൾ, നമ്മുടെ അടക്കം പറച്ചിലുകൾ, നമ്മുടെ ഒറ്റയ്ക്കിരുന്നുള്ള നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങളിൽ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾക്ക് ഇടമുണ്ടോ? എന്താണ് ആ കാര്യം? ഒന്ന് സദഖ. ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണോ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടിയേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ കൂടിയേ, എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് അടക്കം പറഞ്ഞത് അതിനു വേണ്ടിയാണോ? അങ്ങനെയുള്ള ഒരടക്കം പറച്ചിൽ ഇന്ന് നടത്തിയവരാരുണ്ട്? ഇന്നലെ നടത്തിയവരാരുണ്ട്?
ഈ ആഴ്ച നടത്തിയവരാരുണ്ട്, ഈ മാസം നടത്തിയവരാരുണ്ട്. എന്നിട്ടും നമ്മൾ അടക്കം പറച്ചിലുകാരായി ഇസ്ലാമിന്റെ വക്താക്കളായി നമ്മൾ ചമയുകയാണെങ്കിൽ തെറ്റിപ്പോയി. നമ്മൾ എത്രയോ അടക്കങ്ങൾ പറഞ്ഞു, എത്രയോ ആലോചനകൾ നടത്തി, എത്രയോ ചേരിതിരിഞ്ഞുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. എവിടെയെങ്കിലും ഒരു സദക്ക നമ്മുടെ ചർച്ചയുടെ വിഷയമായോ? എങ്കിൽ ഒരു ഖൈറുമില്ല നിങ്ങൾ നടത്തിയ വർത്തമാനങ്ങളിൽ. അല്ലാഹ് പറയാം, നിങ്ങൾ ഇതുവരെ നടത്തിയ വർത്തമാനങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിലയുള്ള ഒരു ഖൈറുമില്ല. നിങ്ങളുടെ ആയുസ് വെറുതെ പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ദിവസം സൂര്യൻ ഉദിച്ചു, എത്രയോ ദിവസം സൂര്യൻ അസ്തമിച്ചു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മ പ്രവർത്തികൾ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഓരോ ദിവസവും കൃത്യമായ നിലയിൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ചിട്ട തെറ്റാതെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നു അതിനാ. പക്ഷെ ആ സൂര്യപ്രകാശത്തിന്റെ കീഴിൽ നിങ്ങൾ വല്ല നന്മയും ചെയ്തോ? ദാനധർമ്മങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ആലോചനകൾ നിങ്ങളുടേതായി നടന്നോ? ഈ ദിവസം നടന്നോ? ഈ ആഴ്ച നടന്നോ? ഈ മാസം നടന്നോ? അൽഹംദുലില്ലാ. നുസ്രത്തുൽ മസാക്കിന്റെ മക്കൾക്ക് അങ്ങനെ പറയാം, ഞങ്ങളുടെ ആലോചന അതായിരുന്നു. എങ്ങനെ നമ്മുടെ ഒരു കുട്ടിയെ കെട്ടിച്ചുവിടാം, അതൊരു വലിയ ആലോചനയാണ്. ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ, അതിനുവേണ്ടി മാറിയിരുന്ന് ആലോചിച്ചവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരക്കാരായ നമ്മളിൽ എത്ര പേരുണ്ട്? ഒരുപക്ഷെ നിങ്ങളുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കാൻ സന്നദ്ധമായി വരുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും വഴിമാറി നടക്കുകയല്ലേ. അവരുടെ ചർച്ചകളിൽ നന്മകൾ കടന്നു വരുന്നുണ്ടോ? നന്മ ചെയ്യാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ആലോചനകൾ എല്ലാ ദിവസവും മാറിയിരുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ 10 പേര് കൂടി അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? നമുക്ക് എന്തൊരു നന്മയാ ചെയ്യാൻ പറ്റുക, എന്തൊരു നന്മയാണ് ഏറ്റെടുക്കാൻ പറ്റുക നമ്മുടെ നാട്ടില് എന്നാലോചിക്കാറുണ്ടോ? ഔ ഇസ്ലാഹിം ബൈനന്നാസ്. ഇസ്ലാം ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്ലാമിന് ലോക സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടായത് ഇങ്ങനെയാണ്. അല്ലാതെ വെറുതെ നടന്നിട്ടല്ല. കൊച്ചു കൊച്ചു മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ അപ്പപ്പോൾ ഇടപെട്ടുകൊണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, ഭക്ഷണ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട്, ദാഹം തീർക്കാൻ അവന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട്, അവന്റെ ഉടുവസ്ത്രത്തിന്റെ വസ്ത്രത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട്, അങ്ങനെ ഓരോന്നായി മനുഷ്യന്റെ ജീവിത പ്രശ്നത്തിൽ അല്ലേ. ഓർമ്മയില്ലേ നിങ്ങൾക്ക് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ വീട്ടിലൊരു ആടറുത്ത കഥ? ആടറുത്തിട്ട് ആടിന്റെ ഒരു തലയെടുത്തിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോയി തന്റെ അയലത്തെ വീട്ടുകാരന് കൊടുക്കുക. അയലത്തെ വീട്ടുകാരന് കൊടുത്തു. സാധുവാണെന്നുള്ളത് കൊണ്ട് ആ ആടിന്റെ തല കൊണ്ടേ കൊടുക്കണത്. ആ വീട്ടുകാരൻ ആ ആട്ടിൻ തല വീട്ടിലേക്ക് വാങ്ങിച്ചു വെച്ചു. ആട്ടിൻ തല മോശം സാധനമൊന്നും അല്ലല്ലോ, നല്ല വിലയുള്ള സാധനമല്ലേ, നല്ല ടേസ്റ്റി ഫുഡല്ലേ, ഹെൽത്തി ഫുഡല്ലേ. പക്ഷേ ആ തല ദാനം കിട്ടിയ വീട്ടുകാരൻ ചിന്തിക്കുകയാണ്, എനിക്ക് ദാനം കിട്ടിയതാണല്ലോ ഈ ആട്ടിന്റെ തല, ഈ ആടിന്റെ തല ഉപയോഗിക്കാൻ എന്നേക്കാൾ അർഹനായവൻ എൻ്റെ അപ്പുറത്തെ വീട്ടുകാരനാണല്ലോ, എന്നേക്കാൾ ആ പാവൻ ദരിദ്രനാണല്ലോ, എന്നേക്കാൾ ഭക്ഷണത്തിന് ആവശ്യമുള്ളവനാണല്ലോ എന്ന് കരുതി ആ തല മനുഷ്യൻ അടുത്ത വീട്ടിൽ കൊടുക്കുക. ആ മനുഷ്യൻ രണ്ടാമത് കിട്ടിയ ആളത് അതുപോലെ ചിന്തിച്ചിട്ട് മൂന്നാമത്തെ വീട്ടിൽ കൊടുക്കുകയാ. മൂന്നാമത് കിട്ടിയവൻ നാലാമത്തെ വീട്ടിൽ കൊടുക്കുക. നാലാമത്തവൻ അഞ്ചാമത്തെ വീട്ടിലും, അഞ്ചാമത്തവൻ ആറാമത്തതിലും, ആറാമത്തവൻ ഏഴാമത്തെ വീട്ടിലേക്ക് പോകുമ്പോ ആ തല ചെന്നെത്തിയത് ആദ്യമാ ആടറുത്തിട്ട് തല ദാനം ചെയ്ത ആ പാവപ്പെട്ട ആദ്യ മനുഷ്യന്റെ വീട്ടിലാ. ഇതാണ് സഹാബാക്കൾ, ഇതാണ് ഇസ്ലാം. ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. വടികൊണ്ടും വാളുകൊണ്ടും ആയുധം കൊണ്ടും അല്ല ഇസ്ലാം വളർന്നത്, ലോകം കീഴടക്കിയത്. 53 വയസ്സിൽ 40 വർഷത്തിൽ നുബുവത്തിൽ കിട്ടിയ മുഹമ്മദ് മുസ്തഫ 13 വർഷം സ്വന്തം നാട്ടിൽ പോലും നിൽക്കക്കള്ളിയില്ലാത്ത നാട്ടാർ ആട്ടി ഓടിച്ച മുഹമ്മദ് മുസ്തഫ 10 വർഷം കൊണ്ട് മദീനയിൽ വിപ്ലവം സൃഷ്ടിച്ച് അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ തന്റെ കാൽ കീഴിലാക്കിയത് ഇത്തരത്തിൽ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. ഏഴാമത്തെ വീട്ടുകാരനിലേക്ക് താൻ കൊടുത്ത ആട്ടിൻതല 7 വീടുകൾ കയറിയിറങ്ങി തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ പിന്നെ ആ ആട്ടിൻതല അയാൾ തന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ കൊടുത്ത മനുഷ്യൻ ഇവരെക്കാൾ എല്ലാം ഏഴാമത്തെ ആളുടെ പരിഗണനയിൽ ഏറ്റവും ദരിദ്രനാണ്, ആവശ്യക്കാരനാണ്. അത്രയും ആവശ്യക്കാരൻ, തന്നെക്കാൾ ആവശ്യക്കാരൻ വേറെയുണ്ടെന്നറിഞ്ഞ് ദാനം ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ പേരാ ഇസ്ലാമിക സമൂഹം എന്ന്. അങ്ങനെ ഒരു സമൂഹം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വെറുക്കാൻ, നമ്മളെ എതിർക്കാൻ ഈ ലോകത്ത് ആരാ ഉണ്ടാകുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു നിസ്സാര നന്മയെയും ചെറുതായി കാണരുത്. ഇത്തഖിന്നാർ ലാ തഹ്ഖിറന്ന ശൈഅൻ മിനൽ മഅറൂഫ്. നിങ്ങൾ
പരസ്പരം ആലോചിക്കേണ്ടത്, നിങ്ങൾ കൂടിയാലോചനകൾ നടത്തേണ്ടത് ഒന്നുകിൽ ദാനധർമ്മത്തിൻ്റെ കാര്യങ്ങളിലായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാനുണ്ടെന്ന് ആലോചിക്കാനാകണം. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനാകണം. രണ്ടാളുകളെ തമ്മിലടിപ്പിക്കാനാകരുത്. നമ്മുടെ അയലത്തെ ഇന്ന സുഹൃത്തുക്കൾ അബ്ദുള്ളയും മുഹമ്മദും തമ്മിൽ തെറ്റി നടക്കുകയാണ്. അവർ നല്ല കൂട്ടുകാരായിരുന്നു, ഇപ്പൊ പക്ഷെ അവർ തമ്മിൽ പിണക്കാം. നമുക്ക് ആ പ്രശ്നത്തിലൊന്ന് ഇടപെടണം. സന്നദ്ധ സംഘടനകൾ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണം. ഇസ്ലാഹിം ബൈനന്നാസ്, പോകണം, പോയിട്ട് ചോദിക്കണം, നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നല്ലോ, എന്താ ഇപ്പൊ പറ്റിപ്പോയത്? ഇങ്ങനെ പറ്റില്ല, എന്താണ് പ്രശ്നങ്ങൾ, ഞങ്ങൾ പറഞ്ഞു പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ, അവരുടെ ഇടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി, അവരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി പരസ്പരം ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ചർച്ചകളിൽ, ഇങ്ങനെ 3 തരം ചർച്ചകളിലല്ലാതെ ലോകത്ത് അടക്കം പറച്ചിലുകളിൽ, ഗൂഢമായ ചർച്ചകളിൽ യാതൊരു ഗുണവുമില്ലെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം റോളുകൾ വല്ലതും നമുക്കുണ്ടോ? ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പണി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ദിവസവും ഉണരുന്നു, എല്ലാ ദിവസവും നമ്മൾ എന്നിട്ട് നമ്മുടെ സാധാരണ ചിട്ടപ്പടിയുള്ള നമ്മുടെ പരിപാടികളിലൊക്കെ വ്യാപൃതരാകുന്നു. പക്ഷെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം അങ്ങനെയാ. പട്ടിണി കിടക്കുന്ന ഒരാൾ അയലത്തുണ്ടെന്നറിഞ്ഞുകൊണ്ട് വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയാൽ നീ നമ്മളിൽപ്പെട്ടവൻ അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കൈ നിറയെ കാശ, കല്യാണം നടത്തുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഓഡിറ്റോറിയം എടുത്തിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ സൽക്കാരത്തിന് വേണ്ടി ഒരുക്കുന്നത് ദശലക്ഷങ്ങളാണ്. മകൾക്ക് കൊടുക്കുന്നത് 25 പവനാണ്, അല്ലെങ്കിൽ 50 പവനാണ്, അല്ലെങ്കിൽ 100 പവനാ. അതൊക്കെ ചെറിയ കണക്കായി മാറിയിരിക്കുക ഇപ്പോ. അങ്ങനെ കൊടുത്താലും തൻ്റെ അയലത്ത് താമസിക്കുന്ന തൻ്റെ മകളോടൊപ്പം പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ച, മദ്രസയിൽ പഠിച്ച പാവപ്പെട്ട ഒരു പെൺകുഞ്ഞ്, അവൾക്ക് വാപ്പയില്ല, അല്ലെങ്കിൽ വാപ്പസ് ദരിദ്രനാണ്, അവളെ കെട്ടിച്ചു വിടാൻ വകയില്ല, അവൾ മിടുക്കിയാണ്. പക്ഷേ അവളെ ഒരു വിവാഹം കഴിച്ചയക്കുന്നത് ഒരു നൊമ്പരമായി, നീറ്റലായി, മനസ്സിൽ പേറി ഉറക്കം നഷ്ടപ്പെട്ട് കൂരയിൽ ചെറ്റയിൽ കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകളുടെ കൺമുമ്പിൽ വെച്ച്, തൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ കൺമുമ്പിൽ വെച്ച് 101 പവനും അല്ലെങ്കിൽ 51 പവനും കൊടുത്ത്, കാറും കൊടുത്ത്, ലക്ഷങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് ആർഭാടം നടത്തുന്നവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളെയല്ല. അള്ളാഹ് പറയുക, ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഏറ്റവും അധികം കല്യാണത്തിൽ ആർഭാടവും ധൂർത്തും നടത്തുന്ന സമുദായം മുസ്ലിം സമുദായമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണം എല്ലാം ഒന്നെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിലാണ്, പലപ്പോഴും ഞാൻ പോയി നടത്തി കൊടുക്കേണ്ടി വരുന്ന ആളാണ്, അല്ലെങ്കിൽ സിയാലിലാണ്, എയർപോർട്ട് വിമാനത്താവളത്തിലാണ്, അല്ലെങ്കിൽ ചാലക്കുടിയിൽ അഡിലക്സിലാണ്. ചെറിയ ഓഡിറ്റോറിയം ഒന്നും മുസ്ലിം സമുദായത്തിന് തീരെ പരിചയമേ ഇല്ല. മുസ്ലിം സമുദായത്തിന്, വേറെ ഒരു സമുദായത്തിന് ഇത്രയും വലിയ രോഗമൊന്നുമില്ല. അവർ സെലക്റ്റീവായിട്ട് ആളുകളെ വിളിക്കുകയുള്ളൂ. അവരൊരു വീട്ടിൽ നാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ പ്രതീക്ഷിക്കുകയുള്ളൂ. ഈ പറഞ്ഞ വലിയ ആൾക്കൂട്ടവും തീർപ്പും ഒന്നും കാണിക്കൂല. ഈ മാതിരി കല്യാണങ്ങൾ നടത്തി കൊറോണ കാലത്ത് ചെറിയ കല്യാണം നടത്തേണ്ടി വന്നല്ലോ നമ്മൾ, അല്ലേ? അള്ളാഹ് ഒന്നങ്ങനെ പരീക്ഷിച്ചാൽ, നിനക്ക് വേണേൽ ചെറിയ കല്യാണം നടത്താൻ ഞാൻ ആ വഴി തുറന്നു തരാമെന്ന്. ചെറിയ കല്യാണം 50 പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു. 5000 പേരുടെ കല്യാണം നടത്തുമെന്ന് വീമ്പ് പറഞ്ഞു തരുന്ന ആൾ 50 പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു. പക്ഷേ അന്നൊരു കല്യാണം നടത്തി എൻ്റെ മഹലിൽ 200 പേരെ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. നടത്തിയത് എവിടെയാണെന്നറിയോ? ഗ്രാൻഡ് ഹയാത്തിൽ. ഓഡിറ്റോറിയത്തിന് എത്രയാ ചാർജ് നിങ്ങൾ കണക്കാക്കിക്കോ. അവസാനം ഭക്ഷണത്തിന് വേണ്ടി ഇരുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീട്ടുകാരൻ പറയാ, ഉസ്താദെ പിഞ്ഞാണത്തിന് ഒരു പ്ലേറ്റിന് 4000 രൂപ നന്നായിട്ട് തിന്നോണേന്ന്. ഒരു പിഞ്ഞാണത്തിന് 4000 രൂപ നന്നായിട്ട് തിന്നോണേന്ന്. ഇപ്പം 4000 മുടക്കിയെന്നുള്ളതുകൊണ്ട് ഉസ്താദ് എത്ര പ്ലേറ്റ് തിന്നാൻ പറ്റും, എന്തോരം വരി തിന്നാൻ പറ്റും? അപ്പൊ 8 ലക്ഷം രൂപ ഭക്ഷണാവശ്യത്തിന് മാത്രം 200 പേർക്ക് അവൻ ചെലവാക്കാനുള്ളത് അവൻ ചെലവാക്കി. പക്ഷെ ഈ പറയുന്ന ഈ ചെലവാക്കിയ ഒരാൾ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യം പറഞ്ഞൊരു പാവപ്പെട്ട പിതാവ് ചെന്നാൽ 10,000 രൂപ കൈവെള്ളയിൽ വെച്ച് കൊടുക്കൂല്ലാത്തവനാണ്. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ നീചഭാവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാട്ടുകയാ. നിങ്ങളൊക്കെ എന്ത് തരം മനുഷ്യരാണ്? നിങ്ങൾക്ക് ഈ ലോകത്ത് കരുണയൂറുന്ന മനസ്സിന്റെ ഉടമകളായി ഈ ലോകത്ത് ജീവിച്ച് നന്മ ചെയ്ത് മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കേണ്ടുന്ന നിങ്ങൾ നന്മകളിൽ നകന്നു പോവുകയല്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്യാൻ മടിയല്ലേ? നിങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടിയല്ലേ ഓരോ ദിവസവും ഇവിടെ സൂര്യൻ ഉദിപ്പിക്കുന്നത്? ഞാൻ ഓരോ ദിവസവും കൃത്യമായ അളവിൽ 12 മണിക്കൂർ പകല് തരികയും വൈകുന്നേരം ശാന്തമായി ഉറങ്ങാൻ വേണ്ടി രാത്രി സമ്മാനിക്കുകയും ചെയ്തത് നിങ്ങൾ ഈ പകലിൽ എന്ത് നന്മ ചെയ്യുന്നുണ്ടെന്നറിയാൻ വേണ്ടിയല്ലേ? രാത്രികളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്നറിയാൻ വേണ്ടിയല്ലേ? അല്ലാഹു തആല അങ്ങനെ
നമ്മളെ പരീക്ഷിച്ചിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തും നിന്ദ്യരാകും, പരലോകത്തും നിന്ദ്യരാകുമെന്ന കാര്യം മറക്കരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ആർഭാടക്കാരാണ്. കല്യാണത്തിൽ, സ്ത്രീധനത്തിലടക്കം സർവ്വകാര്യങ്ങളിൽ. ഞാൻ പണ്ടൊരു സ്ത്രീധനക്കാരൻ്റെ ബ്രോക്കറോട്, ഗോപാലകൃഷ്ണൻ, ഞാനന്ന് ബസ്സിൽ സഞ്ചരിക്കുന്ന കാലം, ഒരു 25 വർഷം മുമ്പ്, അന്ന് ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ പരിചയപ്പെട്ടു. അയാൾ എന്താ ജോലി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ബ്രോക്കറാണ്, ഗോപാലകൃഷ്ണനാണ്. എന്നിട്ട് അയാൾ സ്നേഹപൂർവ്വം പറഞ്ഞു, ഞാൻ പക്ഷെ നിങ്ങളുടെ കല്യാണം പിടിക്കാറില്ല കേട്ടോ, 20-25 കൊല്ലം മുമ്പാണ്. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ അത്ര ഒരു വർഗീയവാദിയാണോ? ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൽ 1 ലക്ഷം രൂപ സ്ത്രീധനം ചോദിക്കുന്ന ചെറുക്കൻ 1 ഏക്കർ ഭൂമിയെങ്കിലും കാണും. ഹിന്ദുക്കളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സമുദായത്തിൽ തൂണേ ചാരി നിൽക്കുന്നോ ചോദിക്കുന്ന 3 ലക്ഷമാണ് തുടക്കത്തിലെ. അന്ന് പറഞ്ഞ ഈ മാതിരി സ്ത്രീധനത്തെ വെറുപ്പിച്ച, നിഷിദ്ധമാണെന്ന് വളരെ കൃത്യമായി മഹർ അങ്ങോട്ട് കൊടുത്തിട്ടല്ലാതെ, സ്ത്രീധനം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ പോലുമില്ലാത്ത ഒരു സംസ്കാരം പഠിപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന്റെ സമയത്ത് മഹർ കൊടുത്ത് കല്യാണം കഴിക്കണമെന്നൊരു വിപ്ലവ പ്രസ്ഥാനത്തിനും പറയാൻ കഴിയാത്ത, പറഞ്ഞാൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യം അന്ന് മുതൽ ഇന്ന് വരെ നടത്തി കാണിച്ച ഒരു മതമാണിത്. ആ മതത്തിന്റെ ആളുകളാണ് ഇന്ന് ഈ സ്ത്രീധനം കൊണ്ടുള്ള തോന്നിയാസം കാണിക്കണം. എങ്ങനെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും കൂട്ടരെ?